ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഈ വീഡിയോയിൽ പറയുന്നത് 6ാം ക്ലാസ്സിൻ്റെ സാമൂഹിക ശാസ്ത്രം വിഷയത്തിൽ വരുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, മാതൃകാ ചോദ്യ പേപ്പറാണ്. നിങ്ങൾക്ക് തിങ്കളാണല്ലേ എക്സാം വരുന്നത്. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നമുക്കിവിടെ ഈ ഒരു പേപ്പർ ഡിസ്കസ് ആക്കാം. ഈ ഒരു ചോദ്യ പേപ്പറിൽ 6 ചോദ്യങ്ങളാണ്. 6നും സബ് ക്വസ്റ്റ്യൻസും ഉപചോദ്യങ്ങളുമുണ്ട്. അതിനെല്ലാം നിങ്ങൾ ഉത്തരം ചെയ്യണം. ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. നമുക്കിവിടെ ആദ്യത്തെ ചോദ്യം നോക്കാം. 1. പുരാതന ഗ്രീസിലെ പ്രധാന നഗര രാഷ്ട്രങ്ങളായിരുന്നു ഏതൻസും സ്പാർട്ടയും. നിങ്ങൾ പാഠഭാഗത്ത് ഏതൻസിനെ കുറിച്ചും സ്പാർട്ടയെ കുറിച്ചും പഠിച്ചിട്ടുണ്ടല്ലോ. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 25, 26 എന്നീ പേജിൽ ഏതൻസിനെ കുറിച്ചിട്ടും സ്പാർട്ടയെ കുറിച്ചും പറയുന്നുണ്ട്. അത് വായിച്ചു നോക്കുക, മനസ്സിലാക്കി പഠിക്കുക. വന്നിട്ടുള്ള ചോദ്യം, പുരാതന ഗ്രീസിലെ നഗര രാഷ്ട്രങ്ങളായ ഏതൻസ്, സ്പാർട്ട എന്നിവയുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി ആശയപടം പൂർത്തിയാക്കുക. നിങ്ങൾക്ക് താഴെ ഒരു ആശയപടം നൽകിയിട്ടുണ്ട്. അത് ഏതൻസിനെ കുറിച്ചിട്ടും സ്പാർട്ടയെ കുറിച്ചിട്ടുമാണ്. ഇത് പൂർത്തിയാക്കണം. അവിടെ ഏതൻസിന്റെ ഒരു പോയിന്റ് അവിടെ നൽകിയിട്ടുണ്ട്, ജനാധിപത്യം. ഏതൻസിൽ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നത് അവിടെയുള്ള ജനങ്ങളാണ്. സ്പാർട്ടയുടെ ഒരു പോയിന്റ് നൽകിയിട്ടുണ്ട്, പ്രഭുഭരണം. അതായത് അവിടെയുള്ള ഉന്നത കുടുംബങ്ങളിലെ ഉയർന്ന ആൾക്കാർ, സമ്പന്നമായിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഭരിക്കുന്നത്. അതാണ് അവിടുത്തെ പോയിന്റ്. പ്രഭുഭരണം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പ്രഭുക്കരാണ്. ഓക്കെ, പൈസയുള്ള നല്ല ഉന്നതിയിൽ നിൽക്കുന്ന, സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളാണ് സ്പാർട്ടയിൽ ഭരിക്കുന്നത്. നമ്മളിവിടെ ഏതൻസിനെ കുറിച്ചും 2 പോയിന്റ് എഴുതണം, സ്പാർട്ടയെ കുറിച്ചും 2 പോയിന്റ് എഴുതണം. ഇത് ഏതൻസിനെ കുറിച്ചിട്ടുള്ള പോയിന്റ് ആണ്. ആദ്യം എഴുതിയിട്ടുള്ളത് കലാ സംസ്കാരങ്ങൾക്ക് പ്രാധാന്യം നൽകിയ വിദ്യാഭ്യാസം. പിന്നെ അടുത്ത പോയിന്റ് എഴുതാം, ആൺകുട്ടികൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം. അടുത്ത പോയിന്റ് ആയിട്ട് ശക്തമായ കപ്പൽ പടയും സൈനിക വ്യൂഹവും. നിങ്ങൾക്കിത് ഏതൻസിനെ കുറിച്ചിട്ട് എഴുതാൻ പറഞ്ഞാലും ഈ 3 പോയിന്റ്സും, 3 അല്ല 4 ആയില്ലേ. ചോദ്യ പേപ്പറിൽ ഒരു പോയിന്റ് ജനാധിപത്യം കൂടി ചേർത്താൽ 4 പോയിന്റ്സ് ആയില്ലേ. ഇനി നമുക്ക് സ്പാർട്ടയെ കുറിച്ചാണ്. പരമ്പരാഗത മൂല്യങ്ങൾക്ക് പ്രാധാന്യം, സൈനിക പരിശീലനത്തിന് മുൻതൂക്കമുള്ള വിദ്യാഭ്യാസം, ആൺകുട്ടികൾക്ക് 23 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം. പിന്നെ പ്രഭുഭരണം, അത് ഓൾറെഡി ചോദ്യ പേപ്പറിൽ നൽകിയിട്ടുണ്ട് അല്ലേ. പ്രഭുഭരണം എന്ന് എഴുതുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ എന്താണ്, ആ നാട്ടിലുള്ള സമ്പന്നമായിട്ടുള്ള ഉയർന്നു നിൽക്കുന്ന ആളുകളാണ് അവിടെ ഭരിച്ചിരുന്നത് എന്നൊക്കെ നിങ്ങൾ വിശദീകരിച്ച് എഴുതാനായിട്ട് ശ്രമിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ഭാഗം പറയുന്നുണ്ടല്ലോ, 25, 26 പേജിൽ. അത് നന്നായിട്ട് വായിച്ചിട്ടൊക്കെ പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് എക്സാമിന് സ്പാർട്ടയെക്കുറിച്ചും പിന്നെ ഏതൻസിനെ കുറിച്ചും വന്നാൽ എഴുതാമല്ലോ. ഇനി ബി ചോദ്യമാണ്, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് പുരാതന ഗ്രീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. സോ ഇവിടെ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. ഒളിമ്പിക്സ് ആരംഭിച്ചത് ഇവിടെയാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അടുത്തത് ചോദ്യം 2 ആണ്. ആദിമ മനുഷ്യർ രൂപം കൊണ്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. ചോദ്യം, പരിണാമഘട്ടങ്ങളിലെ മനുഷ്യവർഗങ്ങളുടെ അവരുടെ സവിശേഷതകളും ക്രമരഹിതമായി നൽകിയിരിക്കുന്നു. അവ ശരിയായി ക്രമീകരിച്ച് കണ്ടെത്തി എഴുതുക. സുതായ നിങ്ങൾക്ക് പരിണാമഘട്ടം, സവിശേഷത എന്ന 2 കോളങ്ങൾ നൽകിയിട്ടുണ്ട്. തെറ്റായിട്ടാണ് നൽകിയിട്ടുള്ളത്. ശരിയായ രീതിയിൽ നിങ്ങളോട് യോജിപ്പിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഉത്തരം പേജ് നമ്പർ 10, ആദ്യത്തെ പാഠത്തിലെ പേജ് നമ്പർ 10 പറയുന്നുണ്ട്. ഈ ടേബിൾ നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഹോമിനിഡുകൾ ഇരുകാലിൽ നടത്തമാണ്. ഹോമിനോയിഡുകൾ 4 കാലിൽ നടത്തം. ഹോമോ ഹാബിലിസ് ഉപകരണ നിർമ്മാക്കൾ. ഹോമോ ഇറക്റ്റസ് നിവർന്നു നിൽക്കുന്ന മനുഷ്യർ. ഇതാണ് നിങ്ങൾക്ക് ചോദ്യ പേപ്പറിൽ വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ ഈ മുഴുവൻ ചാർട്ടും പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് മേ ബി എക്സാമിന് ഇതൊക്കെ ചോദിക്കാം. ശരിയായ രീതിയിൽ യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹോമിനിഡുകൾ ഇരുകാലിൽ നടത്തം, ഹോമിനോയിഡുകൾ 4 കാലിൽ നടത്തം, ഹോമോ ഇറക്റ്റസ് നിവർന്നു നിൽക്കുന്ന മനുഷ്യർ, ഹോമോ ഹാബിലിസ് ഉപകരണ നിർമ്മാക്കൾ. ശരിയായത് 1D, 2C, 3B, 4A. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ്. ഇനി ചോദ്യം ബി ആണ്. മധ്യശിലായുഗത്തിൽ നിന്ന് നവീന ശിലായുഗത്തിലേക്ക് കടന്നപ്പോൾ മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം പുരോഗതികൾ ഉണ്ടായി? കുറിപ്പ് തയ്യാറാക്കുക. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 11 പറയുന്നുണ്ട് മധ്യശിലായുഗം.
സൂക്ഷ്മശില ഉപകരണങ്ങൾ ഉപയോഗിച്ചു ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യങ്ങളും ഭക്ഷണമാക്കി മൃഗത്തോലും മരത്തോലും ഇലകളും വസ്ത്രങ്ങളാക്കി. അടുത്ത നവീന ശിലായുഗം കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനുസമുള്ളതുമായ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചു കൃഷി ആരംഭിച്ചു ചക്രം കണ്ടുപിടിക്കുകയും മൺപാത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. ഈ രണ്ടിൻ്റെയും പോയിന്റ്സ് ആണ് നിങ്ങളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഒരു പേജിൽ പ്രാചീന ശിലായുഗത്തെ കുറിച്ചും കൂടി പറയുന്നുണ്ട്. ഇതും കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. ശിലായുഗത്തിലെ ആദ്യഘട്ടമാണ്. പരുക്കൻ കല്ലുകൾ ഉപകരണങ്ങളാക്കി ശേഖരണവും വേട്ടയാടലും ഉപജീവനമാക്കി. ഈ ഒരു 3 ശിലായുഗത്തെ കുറിച്ചും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇവിടെ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് നവീന ശിലായുഗത്തിലേക്ക് കടന്നപ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി എന്നാണ്. സോ നവീന ശിലായുഗത്തിന്റെ പ്രത്യേകതകളാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. അടുത്തത് 3ാമത്തെ ചോദ്യമാണ്. 3-ൽ A ചോദ്യവും B ചോദ്യവും ഉണ്ട്. ഏതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. നമുക്കിവിടെ 2 ചോദ്യങ്ങളും പറയാം. 3-ലെ A ചോദ്യം, വെങ്കല യുഗത്തിൽ നദികൾ കേന്ദ്രീകരിച്ച് സംസ്കാരങ്ങൾ രൂപപ്പെട്ടു. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ്. ഹരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് നഗരാസൂത്രണം. അത് ശരിയാണ്. അടുത്തത് B, ശരിയല്ലാത്തതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ B നോക്കാം. മെസൊപ്പൊട്ടേമിയക്കാരുടെ എഴുത്തു സമ്പ്രദായത്തെ വിശുദ്ധമായ എഴുത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. അത് തെറ്റാണ്. അവരുടെ എഴുത്തിനെ, മെസൊപ്പൊട്ടേമിയക്കാരുടെ എഴുത്തിനെ നമ്മൾ ക്യൂണിഫോം എന്നാണ് പറയുന്നത്. ഇത് ഈജിപ്തിലുള്ള ആളുകളുടെ എഴുത്താണ് വിശുദ്ധമായ എഴുത്ത് എന്നറിയപ്പെടുന്നത്. ഓക്കെ, സോ ഇവിടെ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ B ആണ്. നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ B ആണ്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണല്ലോ ചോദിച്ചത്. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ B ആണ്. അടുത്തത് ചോദ്യം B, സംസ്കാരങ്ങളുടെ സവിശേഷതകൾ പരിശോധിച്ച് തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായി ക്രമീകരിക്കുക. ഇവിടെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെയും മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിനെയും കുറിച്ചിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 15 മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. മെസൊപ്പൊട്ടേമിയ എന്ന വാക്കിന്റെ അർത്ഥം നദികൾക്കിടയിലെ പ്രദേശം എന്നാണ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ ഇറാഖിന്റെ ഭാഗമാണ് ഈ പ്രദേശം. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ എന്നിങ്ങനെ 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടിച്ചേർന്നതായിരുന്നു മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം. ഈജിപ്ഷ്യൻ സംസ്കാരത്തിനെ കുറിച്ച് പേജ് നമ്പർ 16 പറയുന്നുണ്ട്. നൈൽ നദീ തീരത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാന നഗരം കെയ്റോ ആയിരുന്നു. ഈജിപ്തിലെ രാജാക്കന്മാർ ഹറവോ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് പിരമിഡുകൾ. കൃഷിയായിരുന്നു ജനങ്ങളുടെ പ്രധാന ജീവിത മാർഗം. ഗോതമ്പ്, ബാർലി, തീന, പഴവർഗ്ഗങ്ങൾ, ചണം, പരുത്തി മുതലായവ നൈൽ നദീതീരത്തിൽ സമൃദ്ധമായി വളർന്നിരുന്നു. ഈ കാർഷിക സമൃദ്ധിയാണ് നൈൽ നദീതടത്തിൽ ഒരു നാഗരിക സംസ്കാരം വളർന്നു വരാൻ ഇടയാക്കിയത്. അതിനാൽ ഈജിപ്തിനെ നൈലിന്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നു. നമ്മൾ ഇവിടെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിനെ കുറിച്ചും മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിനെ കുറിച്ചും വായിച്ചല്ലോ. നമുക്കിനി എളുപ്പത്തിൽ ഈ ഒരു പോയിന്റ്സ് നമുക്ക് എഴുതാൻ പറ്റില്ലേ? കെയ്റോ നഗരം ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. അത് അവിടെ ഓൾറെഡി നൽകിയിട്ടുണ്ട്. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം നദികൾക്കിടയിലെ പ്രദേശമാണ്. പിന്നെ വരുന്നത് പിരമിഡുകളാണ്. പിരമിഡുകൾ ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്നുണ്ട്. അത് നമ്മൾ ഓൾറെഡി വായിച്ചു. ഇനി മെസൊപ്പൊട്ടേമിയനിൽ വരുന്നതാണ് നദികൾക്കിടയിലെ പ്രദേശം. അത് ഓൾറെഡി ഇവിടെ നൽകിയിട്ടുണ്ട്. ചാന്ദ്ര പഞ്ചാംഗം, ലഗാഷ് നഗരം. ഇതും കൂടി ഇവിടേക്ക് എഴുതി ചേർക്കുക. ഇനി 3-ലെ B ചോദ്യമാണ്. വെങ്കലയുഗ സംസ്കാരങ്ങളിൽ നിലനിന്നിരുന്ന എഴുത്തു സമ്പ്രദായങ്ങളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. അവ ഏതെല്ലാം സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നെന്ന് എഴുതൂ. ഇവിടെ നിങ്ങൾക്ക് 2 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ആദ്യത്തേത് ഏതാണ്? ക്യൂണിഫോം ലിപിയാണ്. അതായതാണ് മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെതാണ്. പിന്നെ അടുത്തത് ഹൈറോഗ്ലിഫിക്സ് ലിപിയാണ്. ഇത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെതാണ്. B ചോദ്യം, ഈ 2 ലിപികളുടെയും സവിശേഷതകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 17 ഹൈറോഗ്ലിഫിക്സ് ലിപിയെ കുറിച്ച് പറയുന്നുണ്ട്. പുരാതന ഈജിപ്തുകാരുടെ എഴുത്തുലിപി ഹൈറോഗ്ലിഫിക്സ് ആയിരുന്നു.
വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിന്റെ അർത്ഥം. വലത്തുനിന്ന് ഇടത്തോട്ടാണ് വായിച്ചിരുന്നത്. ചിഹ്നരൂപവും അക്ഷരരൂപവും കൂടിച്ചേർന്ന ലിപിയാണത്. നിങ്ങളിത് പഠിച്ചു വെക്കുക. ഹൈറോഗ്ലിഫിക്സ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെതാണ്. ഓക്കെ, അടുത്ത ചിത്രം ക്യൂണിഫോം ലിപിയാണ്. ഈ ലിപി വികസിപ്പിച്ചത് സുമേറിയക്കാരാണ്. ആപ്പിന്റെ ആകൃതിയിലുള്ള ചിത്രലിപിയാണിത്. കളിമൺ ഫലങ്ങളിലാണ് അവ എഴുതിയിരുന്നത്. കൂർത്ത മൂനയുള്ള ഈറത്തണ്ടുകളാണ് കളിമൺ ഫലകങ്ങളിൽ എഴുതാൻ അവർ ഉപയോഗിച്ചിരുന്നത്. സോ ഈ രണ്ട് ചിത്രവും നിങ്ങൾ മനസ്സിലാക്കണം. ഇതേപോലെ ചിത്രം തന്നിട്ട് ഇത് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് ക്യൂണിഫോം ആണെന്നും എഴുതാൻ അറിയണം. ഇവിടെ ഈ രണ്ട് ലിപിയെ കുറിച്ചും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ എഴുതി കൊടുക്കുക. ഇനി ചോദ്യം 4 ഭൗമോപരിതത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. താഴെ പറയുന്നവയിൽ ഭൂമധ്യരേഖയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇതാണ് പെടാത്തത്. മധ്യരേഖയുടെ സവിശേഷതകളിൽ പെടാത്തതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അടുത്തത് ബി ചോദ്യം. ഗ്ലോബിന്റെ മാതൃക വരച്ച് തന്നിരിക്കുന്ന ആകാംക്ഷ രേഖകളെ കൃത്യതയോടെ രേഖപ്പെടുത്തുക. ഇവിടെ നിങ്ങളോടൊരു ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്ലോബിന്റെ മാതൃക ആദ്യം വരയ്ക്കുക. എന്നിട്ട് താഴെ ബോക്സിൽ കൊടുത്തിട്ടുള്ളത് അടയാളപ്പെടുത്തണം. ആർട്ടിക് വൃത്തം, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ, അന്റാർട്ടിക് വൃത്തം. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? അടയാളപ്പെടുത്തണം. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 51 ഈ ഒരു ചിത്രം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഈ ഒരു ചിത്രമാണ് നിങ്ങൾ അവിടെ വരച്ചു കൊടുക്കേണ്ടത്. ഇതിൽ നോക്കിക്കേ, ഉത്തരായണ രേഖ, ഭൂമധ്യരേഖ, ദക്ഷിണായന രേഖ, അന്റാർട്ടിക് വൃത്തം ഇതൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആർട്ടിക് വൃത്തം എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഇനി ചോദ്യം 5 ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം. ചോദ്യം, രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ കണ്ടെത്തി എഴുതുക. രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് രാഷ്ട്രമാണ്. അത് ശരിയാണ്. ഓപ്ഷൻ ബി, ജനങ്ങളില്ലാതെയും രാഷ്ട്രത്തിന് നിലനിൽക്കാം. അത് തെറ്റാണ്. ജനങ്ങളില്ലാതെ രാഷ്ട്രത്തിന് നിലനിൽക്കാൻ കഴിയില്ല. സി, രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ സ്ഥിരവും കൃത്യവുമായി നിർവചിക്കപ്പെട്ടതുമായ ഭൂപ്രദേശം അനിവാര്യമാണ്. അതും ശരിയാണ്. ഡി, രാഷ്ട്രം ഒരു താൽക്കാലിക സ്ഥാപനമാണ്. അത് തെറ്റാണ്. സോ ഇവിടെ ശരിയായിട്ടുള്ളത് എയും സിയുമാണ്. ബി ചോദ്യം, രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിൽ ഗവൺമെന്റിന്റെ പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ചർച്ചയിൽ അവതരിപ്പിക്കുന്നതിനാവശ്യമായ വിവരങ്ങൾ കൂട്ടിച്ചേർക്കുക. സോ നിങ്ങളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് രാഷ്ട്രത്തിന്റെ ജനങ്ങളുടെ ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിൽ ഗവൺമെന്റിനുള്ള പങ്ക്. ഓക്കെ, ഗവൺമെന്റിന്റെ റൂള് ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഇത് പേജ് നമ്പർ 41 ഈ ഒരു ഭാഗത്ത് ഗവൺമെന്റിന്റെ റോള് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇവിടെ ഒരു ചോദ്യം കാണാം. ഗവൺമെന്റിന്റെ പ്രധാന ചുമതലകൾ ഉൾപ്പെടുത്തി തന്നിട്ടുള്ള ആശയപടം പൂർത്തിയാക്കൂ. സോ ഇവിടെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ പോയിന്റ്സ് ഒക്കെ. സോ ഇതാണ് നിങ്ങൾ ഇവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഒരു പോയിന്റ് ടെക്സ്റ്റ് ബുക്കിലും ഓൾറെഡി ഉണ്ട്. രാഷ്ട്രത്തിന്റെ പരമാധികാരവും ഐക്യവും കാത്തു സൂക്ഷിക്കുക. ഇതും എന്താണ്? ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. സോ നിങ്ങൾ ഇവിടെ തന്നിട്ടുള്ള പോയിന്റ്സ് ആണ് ഇതിന്റെ ആൻസർ. ഗവൺമെന്റിന്റെ പങ്ക് ചോദിച്ചാൽ നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. ഇവിടെയുള്ള ഈ പാരഗ്രാഫിലൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ഗവൺമെന്റിന് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തത്തെ പറ്റിയാണ്. ഇത് നിങ്ങൾ വായിച്ചാലും നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതാൻ പറ്റുന്നതാണ്. സോ നമുക്കിവിടെ ഇതൊക്കെ ഒരു പോയിന്റ്സ് ആയിട്ടൊന്ന് എടുത്തെഴുതാം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളെയും ജനങ്ങളെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ ഗവൺമെന്റ് എന്ന സംവിധാനം അനിവാര്യമാണ്. 2, രാജ്യവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ ഗവൺമെന്റ് സഹായിക്കുന്നു. 3, ക്രമസമാധാനം, നിയമവാഴ്ച, പ്രതിരോധം, വിദേശ ബന്ധങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, കുടിവെള്ളം തുടങ്ങിയവയെല്ലാം ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നു. അടുത്തത് 6ാമത്തെ ചോദ്യമാണ്. 6ൽ എ ചോദ്യവും ബി ചോദ്യവും ഉണ്ട്. അതിലേതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ആദ്യം നമുക്ക് 6ലെ എ ചോദ്യം നോക്കാം. പുരാതന ഇന്ത്യയിൽ രൂപം കൊണ്ട 2 ദർശനങ്ങളാണ് ബുദ്ധമതവും ജൈനമതവും.
ജൈനമത ആശയപ്രകാരം ത്രിരത്നങ്ങളിൽ ഉൾപ്പെട്ടത് ഏത്? ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 35 പറയുന്നുണ്ട് ജൈനമത ആശയങ്ങളിൽ. പിന്നെ ഇവിടെ ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി, ഇതാണ് ത്രിരത്നങ്ങൾ എന്ന്. സോ ഇതാണ് നമ്മുടെ ഉത്തരം വരുന്നത്. ശരിയായ വിശ്വാസം, അറിവ്, പ്രവൃത്തി. ഓപ്ഷൻ സി നോക്കിക്കേ, ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി എന്നാണ് വരുന്നത്. നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇനി ചോദ്യം ബി, ജൈനമതത്തിന്റെയും ബുദ്ധമതത്തിന്റെയും ആശയങ്ങളുടെ 2 സവിശേഷതകൾ വീതം ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കുക. ഇവിടെ ജൈനമതത്തിന്റെ സവിശേഷതയും ബുദ്ധമതത്തിന്റെ സവിശേഷതയും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ പോയിന്റ് വീതം അവിടെ നൽകിയിട്ടുണ്ട്. ജൈനമതം എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട് എന്നാണ്. ബുദ്ധമതത്തിൽ ിരിക്കുക എന്നാണ് നൽകിയിട്ടുള്ളത്. രണ്ടിനെയും വെച്ചിട്ട് ഓരോ 2 പോയിന്റ് വീതമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ ജൈനമത ആശയങ്ങൾ എന്ന് കൊടുത്ത് പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പോയിന്റ്സ് നിങ്ങൾക്ക് എടുത്ത് എഴുതിയാൽ മതി. എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്, ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്, കളവ് പറയരുത്, മോഷ്ടിക്കരുത്, ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി, ത്രിരത്നങ്ങൾ എന്നിവ അനുഷ്ഠിക്കുക. ഇതിന്റെ തൊട്ട് താഴെ തന്നെ ബുദ്ധമതത്തിന്റെ ആശയങ്ങളും കൊടുത്തിട്ടുണ്ട്. ഹിംസിക്കാതിരിക്കുക, കളവ് പറയാതിരിക്കുക, സത്യസന്ധത പുലർത്തുക, അന്യരുടെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക. ഇത് രണ്ടിന്റെയും ബുദ്ധമതത്തിന്റെയും ജൈനമതത്തിന്റെയും ആശയങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇനി 6 ബി ചോദ്യം നോക്കാം. ഇന്ത്യയിൽ നിലനിന്നിരുന്ന 16 മഹാജനപദങ്ങളിൽ പ്രബല ശക്തിയായി മാറിയത് മഗധയാണ്. ചോദ്യം, മഗധയുടെ വളർച്ചയ്ക്ക് സഹായകമായ ഘടകങ്ങൾ ഏതെല്ലാം? കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 33 മഗധയുടെ വളർച്ചയ്ക്ക് സഹായകമായ ഘടകങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഈ പോയിന്റ്സ് ആണ് നിങ്ങൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ശക്തരായ ഭരണാധികാരികളും ശക്തമായ സൈന്യവും, ഇരുമ്പയിരിന്റെ സാന്നിധ്യം, ഇരുമ്പായുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണവും ഉപയോഗവും, കാർഷിക മേഖലയിലും വാണിജ്യ രംഗത്തും ഉണ്ടായ പുരോഗതി, ഗംഗയുടെയും പോഷക നദികളുടെയും സാമീപ്യം കൊണ്ടുണ്ടായ ഫലഭൂഷ്ഠത, ഇതാണ് നിങ്ങൾ ഉത്തരമായിട്ട് എഴുതി കൊടുക്കേണ്ടത്. അടുത്തത് ഇതിലെ ബി ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ മഗധയുമായി ബന്ധപ്പെട്ടവയിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തി എഴുതുക. ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. മഗധയുടെ ആദ്യകാല തലസ്ഥാനമായിരുന്നു പാടലിപുത്ര. ഇതാണ് തെറ്റായിട്ടുള്ളത്. സോ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഇതാണ്. തെറ്റായ പ്രസ്താവനയാണല്ലോ ചോദിച്ചത്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി, മഗധയുടെ ആദ്യകാല തലസ്ഥാനമായിരുന്നു പാടലിപുത്ര എന്നാണ്. സോ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ചോദ്യങ്ങൾ ഇത്രയുമാണ്. നമ്മൾ എല്ലാ ചോദ്യങ്ങളും വിശദമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നെക്സ്റ്റ് ഏതൊരു പേപ്പറിൻ്റെ മോഡലാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. പിന്നെ ക്ലാസ് 1 to ക്ലാസ് 7 വരെ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സപ്പ് ത്രൂ മെസ്സേജ് ആക്കിയാൽ മതി. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.